നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ഓണസല്ലാപത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ പ്രിയങ്ക. ഹലോ. ഹലോ, ഹായ്. ഓണത്തിലേക്ക് നമ്മൾ അടുത്തോണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു വയനാട് ഉള്ള സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓണാഘോഷങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എന്നാലും ഓണം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഓണം ഓർമ്മകൾ അല്ലെങ്കിൽ ഇത്തവണത്തെ ഓണം എങ്ങനെയായിരിക്കും? സെറ്റിലായിരിക്കോ, വീട്ടിലായിരിക്കോ? ഇത്തവണത്തെ ഓണം മിക്കവാറും സെറ്റിലായിരിക്കും. ഞാനൊരു സിനിമ ചെയ്യുന്നു. ഒരു ദീപ്തി ചേച്ചി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ ചെയ്യുന്നു. അപ്പോൾ ഞാൻ മിക്കവാറും സെറ്റിലാവാനാണ് സാധ്യത. സാധാരണ ഇങ്ങനെ വീട്ടിലേക്ക് ഓടിയെത്താൻ ശ്രമിക്കാറുണ്ട്? ഉണ്ട്. ഞാൻ മിക്കവാറും ഒക്കെ ഞാൻ ഓണം അല്ലെങ്കിൽ ഏതെങ്കിലും ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽ ഡേയ്സ്, സ്പെഷ്യൽ ഡേയ്സ് എല്ലാം ഞാൻ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ നോക്കാറുണ്ട്. പക്ഷെ ആ സമയത്ത് നമുക്ക് ഷൂട്ടാണ് വരുന്നതെങ്കിൽ ഓക്കെ, അത് മാറ്റി വെച്ചിട്ട് എന്നെ വിടുമെന്ന് ഞാൻ പറയാറില്ല. ആ സമയത്ത് അവർക്ക് ഒഴിവാക്കാൻ പറ്റാതെ ഷൂട്ടിലാണെങ്കിൽ അങ്ങനെ അങ്ങ് പോകും. ഓക്കെ. അപ്പൊ ഇത്തവണ സെറ്റിലാണോ ഓണസദ്യ? എനിക്ക് തോന്നുന്നു സെറ്റിലാവാനാണ് സാധ്യത. അപ്പൊ അങ്ങനെ എന്താ വെച്ചാൽ വീട്ടിലുള്ളതിനേക്കാളും കുറച്ചും കൂടി ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കാൻ പറ്റുന്നത്, കാരണം കുറെ ആളുകളും ബഹളമൊക്കെ അവിടെ ആയിരിക്കും അല്ലേ? അതും ഒരു സന്തോഷമാണ്. പക്ഷേ എനിക്ക് സ്പെഷ്യൽ ഡേയ്സ് എല്ലാം എനിക്ക് ഫാമിലിയുടെ കൂടെ ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അതിനേക്കാളും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതിപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഷൂട്ട്. എന്തായാലും ആ ദിവസം എൻ്റെ ഫാമിലിയുടെ കൂടെ ഉണ്ടാവും. ഇപ്പം എനിക്ക് ഉച്ചയ്ക്ക് ഉണ്ടാവാൻ പറ്റുമോ രാവിലെ ഉണ്ടാവാൻ പറ്റുമോ എന്നല്ല, അല്ലെങ്കിൽ ഞാൻ രാത്രിയെങ്കിലും വന്ന് ഫാമിലിയെ കണ്ടിട്ട് പോകും. അപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ ഉണ്ട് എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യമാണ്. ലൊക്കേഷൻ അവിടെ തന്നെയാണ്? ട്രിവാൻഡ്രമാണ്. ഓക്കെ, അതുകൊണ്ട് രക്ഷപ്പെട്ടു അല്ലേ, ഓടിപ്പോയി വരാനായിട്ട് പറ്റും. ഓക്കെ. സാധാരണ എങ്ങനെ ഓണം ആഘോഷിക്കുന്നത്? അല്ലെങ്കിൽ വീട്ടിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു വലിയ സെലിബ്രേഷൻ? ഞാൻ താമസിക്കുന്നത് ഒരു നാട്ടുമ്പുറത്താണ്, മാമനൂരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ 10 ദിവസം എൻ്റെ വീട്ടുമുറ്റത്ത് പൂക്കളം ഒരുക്കാറുണ്ട്. പണ്ടൊക്കെ ഞാനും അതിൻ്റെ കൂടെ ചേർന്നൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ പിന്നെ അതിനുള്ളൊരു സമയവും സാഹചര്യമൊന്നുമില്ല. ചിലപ്പോൾ തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങളെല്ലാവരും, ഞാനും സിസ്റ്ററും കുഞ്ഞും എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ പൂക്കളമൊക്കെ ഒരുക്കാറുണ്ട്. സദ്യ ഉണ്ടാക്കും. കുഞ്ഞുള്ളത് കൊണ്ട് കുഞ്ഞിന് വേണ്ടിയിട്ട് ഊഞ്ഞാലിടും. ഇതൊക്കെ തന്നെയല്ലേ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ലല്ലേ. കുക്കിംഗ് ഇഷ്ടമാണ്? കുക്ക് ചെയ്യും, അതൊക്കെ എല്ലാം ഉണ്ടാക്കും. സദ്യയൊക്കെ ഉണ്ടാക്കാനായിട്ട് കൂടെ അടുക്കള കയറാറുണ്ട്, സദ്യ എല്ലാം ഉണ്ടാക്കാറുണ്ട്. അതൊക്കെയാണ് ഓണം എന്ന് പറഞ്ഞാൽ. ഇത്രയൊക്കെയാണ്. പിന്നെ ഓണക്കോടി കിട്ടാറ്, അതാണ് അതിന്റെ ഹൈലൈറ്റ്, ഏറ്റവും വലിയ കാര്യം. എനിക്ക് തോന്നുന്നു പണ്ടാണെങ്കിൽ നമുക്ക് ഈ ഓണക്കോടി കിട്ടുന്ന ഒരു വലിയ കാര്യം. ഇപ്പൊ നമ്മളെല്ലാവരും, എനിക്കത് ഇപ്പോഴും അത് ഭയങ്കര സ്പെഷ്യലാണ്. അതായത് അച്ഛൻ്റെ അമ്മയുടെ എന്നോ അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരെ എന്നൊക്കെ നമുക്കൊരു ഡ്രസ്സ് എന്തെങ്കിലും കിട്ടോ, ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് അത് ഭയങ്കര സന്തോഷമാണ്. എന്തെങ്കിലും ഒരു മഞ്ഞമുണ്ടെങ്കിൽ അമ്മ കാണുന്നുണ്ടെങ്കിൽ ഇത്തവണ അത് കൊടുക്കരുത്, എടുത്തു എടുത്തു വെക്കാറ്. ഈ ഓണക്കോടിയുടെ കൂട്ടത്തിൽ നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ആ മഞ്ഞ മുണ്ടില്ലേ, ആ ഓണക്കോടിയുടെ കൂട്ടം അത് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ചെയ്യാറുള്ളത് ഊഞ്ഞാലിൽ ഇങ്ങനെ കെട്ടി വെക്കും. അപ്പൊ എന്തിനാന്നറിയത്തില്ല, ഇപ്പോഴും വീട്ടില് ആ ഓണം ആകുമ്പോ മഞ്ഞമുണ്ട് വാങ്ങി വെക്കുന്നത് ഒരു പതിവാണ്. അത് കാണുമ്പോ ആ മഞ്ഞയൊക്കെ കാണുമ്പോ ഒരു പ്രത്യേക ഓണപ്രതീതിയാണ്. അത് നൊസ്റ്റുമാണ്. അപ്പൊ എനിക്കത് കാണുമ്പോ എനിക്ക് ഓണക്കോടിയൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് കാണുമ്പോ ഓണമായി, നമുക്ക് ഓണത്തിനുള്ളത് കിട്ടി. അതായത് ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഓണക്കോടി തരുന്നതിന്റെ കൂട്ടത്തിൽ ഈ സംഭവം തരുമോ? അങ്ങനെയില്ല, അപ്പോഴത്തേക്ക് വാങ്ങിക്കാറുണ്ട് വീട്ടില്. ഈ പറഞ്ഞ പോലെ മഞ്ഞമുണ്ടും ഒക്കെ അതൊരു കോടിയാണ്. അപ്പൊ അതിങ്ങനെ വാങ്ങിക്കുന്നത് അതറിയില്ല. ഓരോരുത്തർക്ക് കുഞ്ഞു കുഞ്ഞു സാധനത്തിൽ ഇങ്ങനെ ഫിക്സേഷൻ അവിടെ കിടപ്പുണ്ട് ഓണമായിട്ട് ബന്ധപ്പെട്ട്. ക്രേസ് ഉണ്ടാവുമല്ലോ അല്ലേ? നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇനി ഓണം വെച്ചിട്ട് ഒരു ചെറിയ റാപ്പിഡ് ഫയറിലേക്ക് പോകാം. ഇപ്പൊ വേറൊരു കാര്യം, വാമനപുരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ. ഈ വാമനപുരം എന്ന് പറയുമ്പോ ഈ വാമനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അവിടെ തെക്കൻ കേരളത്തിലെ വാമന ക്ഷേത്രങ്ങളിൽ ഒന്ന് അവിടെയാണ്. തിരുവാമനപുരം ലോപിച്ചാണ് വാമനപുരം. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു ചരിത്രം പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒരു വാമന ക്ഷേത്രം ഉണ്ട് അവിടെ. ഓക്കെ. അപ്പൊ അങ്ങനെ ഓണം കുറച്ചും കൂടി കൂടുതലുള്ള, അല്ലെങ്കിൽ കേരളം അങ്ങനെയൊക്കെ പറയാൻ കേട്ടോ, നിങ്ങൾക്ക് അവകാശപ്പെടാവുന്നല്ലേ? ഓക്കെ. ഈ മഹാബലിയാണല്ലോ ഓണത്തിന്റെ ഹൈലൈറ്റ്. ആ വാക്കിന്റെ മീനിങ്, അർത്ഥം എന്താ? അറിയില്ല. ഓപ്ഷൻ തരാം. വലിയ ശക്തി സാധാരണ വിചാരിച്ചു മഹാബലി. ഓപ്ഷൻ എ വലിയ ശക്തി. ഇതിപ്പോ കോടീശ്വരനായോ? മഹാബലി. അടുത്തത് മഹാത്യാഗം. അടുത്തത് ത്യാഗമാണ്, വലിയ ത്യാഗം. അതെ. അടുത്ത ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഉത്തരം ലോക്ക് ചെയ്ത്. ബലി എന്ന് പറയുന്നത് ത്യാഗം അല്ലേ? അതെ. ഓക്കെ, ആണോ? അത് തന്നെ ആൻസർ. പുലിക്കളി ഏത് ദിവസമാണ് നടത്തുന്നത് ഓണത്തിന്? ഇപ്പൊ 4 ദിവസമല്ലേ ഓണം വരുന്നത്, ഇതിൽ ഏത് ദിവസം? തിരുവോണം, അവിട്ടം, ചതയം, ഉത്രട്ടാതിയോ? ഉത്രട്ടാതി. തിരുവോണം, അവിട്ടം, ചതയം, ഉരുട്ടാതി.
ഉത്രാടം തിരുവോണ വിട്ടം ചതയ. അങ്ങനെ ഉത്രാടം തിരുവോണം അവിട്ടം ചത. അതിന്റെ പറയാൻ കാര്യം എന്താണെന്നറിയോ, 7 ദിവസം പറ്റി 7 ദിവസം ഓണം ആഘോഷിക്കുന്ന ആളാണ് ഞാൻ. അല്ല 10 ദിവസം ഓണം ഉണ്ട്, പക്ഷെ നമ്മള് പറഞ്ഞ കുറെ ഉത്രാടം അവിട്ടം അല്ല ഉത്രാടം തിരുവോണം അവിട്ടം ചതയം. ഇതിലാ ഓണം? അച്ഛേ പുലിക്കളി. അയ്യോ എന്നല്ലേ അത്? ഉത്രാടത്തിനാണോ? ഉത്രാടം അല്ല, ഉത്രാടം അവിട്ടത്തിന്. അവിട്ടത്തിന് മൂന്നാം ഓണത്തിന്. എനിക്ക് കൺഫ്യൂഷൻ. ചതയം ചതയാഘോഷമാണ്, തിരുവോണം ഇത്, ഉത്രാടം ഇതല്ല. കറക്റ്റാ. പൂക്കൾ ഇടാൻ ഇഷ്ടമുള്ള ആളാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ പൂക്കൾ എടുത്തതിന് ഓരോ ദിവസം ഓരോ കളറുണ്ട്, അങ്ങനെ ഉണ്ട്, നമ്മൾ അങ്ങനെ നോക്കാറില്ലാന്ന് തോന്നുന്നു. അത് നമ്മുടെ അവിടെയൊക്കെ ആദ്യം ഇടുന്നത് പച്ച തുളസിയാണ്. പക്ഷെ പച്ചല്ല, ആദ്യത്തെ ദിവസം എന്റെ ക്വസ്റ്റ്യൻ വെള്ളയാ. അപ്പൊ തുമ്പയായിരിക്കും. തുമ്പ ഇട്ട് കണ്ടിട്ടുണ്ട്. തുമ്പയും തുളസി ഇടും. പിന്നെ ഇത് തെച്ചി ഉണ്ടാവും. അപ്പൊ തെച്ചി, മുക്കുറ്റി ഉണ്ടെങ്കിൽ ഞങ്ങൾ മുക്കുറ്റി വെച്ചിക്കൊണ്ടുവരാം. അപ്പൊ ഈ ഓണമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ട് ഈ പറമ്പിലൊക്കെ തുമ്പ ഉണ്ടാവും. അപ്പൊ തലേദിവസം പോയിട്ട് തുമ്പപ്പൂവ് തെച്ചി. ഇപ്പൊ പിറ്റേ ദിവസം ആകുമ്പോ പൂ പറിക്കാൻ പാടില്ല എന്നൊക്കെ പറയും രാവിലെ. അപ്പോൾ തലേ ദിവസം പിച്ചി കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം ഈ കാട്ടുപൂക്കളില്ലേ നമ്മുടെ ചുറ്റിനുള്ള, അതൊക്കെ എല്ലാം എടുത്ത് തലേദിവസം പിച്ചി റെഡിയാക്കി എല്ലാം വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ അതൊക്കെ മിസ് ചെയ്ത് ഇപ്പൊ നമ്മൾ നേരെ മാർക്കറ്റിൽ പോകുന്ന കുറച്ച് ബന്ദിപ്പൂവോ അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് പൂവൊക്കെ അല്ലേ ഉള്ളൂ. അതെ. അല്ല ഈ കളറിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് ഇത് എക്സാക്ട്ലി അറിയില്ല കേട്ടോ. കളർ ഒരു ഇങ്ങനെ ഒരു കളർ കോഡ് ഉണ്ടെന്ന് പോലും ഞാൻ ഇത് വായിച്ചപ്പോഴാണ്. തുമ്പ ഇതൊക്കെ കുറെ ആയില്ലേ, എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷമായിട്ട് നമ്മൾ ഈ വാങ്ങുന്ന പൂവും വീട്ടിലുള്ള കുറച്ച് പൂവൊക്കെ തന്നെയാണ്. അപ്പം മറ്റേതൊക്കെ കുറച്ചുകൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് ചെയ്യുന്നത്. എക്സാക്ട് നമ്മൾ വീട്ടിലുള്ള പൂവും പിന്നെ ഫ്രിഡ്ജിനകത്ത് നമ്മൾ കൊണ്ടുവച്ചില്ല. ഇത് ഓർമ്മയുണ്ട് എനിക്ക്. തുമ്പ ഇടുന്നു. തുമ്പ നമ്മള് അതായത് നിലത്ത് ചാണകം മെഴുകിയിട്ട് ചാണകത്തിൽ തന്നെ ഒരു ഇങ്ങനെ ഒരു ഗണപതിയെ ഉരുട്ടി, അത് ഗണപതി വെക്കാന്നാണ് അങ്ങനെ പറയാ. അപ്പോൾ ഇങ്ങനെ ഉരുട്ടി അതിന്റെ നടുവിലായിട്ട് വെച്ചിട്ട് അതിന്റെ ചുറ്റിനാണ് ഈ തുമ്പ ഇങ്ങനെ വെക്കുന്നത്. ആ ചാണകത്തിൽ ഇങ്ങനെ വെള്ളം ഒട്ടിച്ചൊട്ടിച്ചാണ് വെക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇത് വെക്കുന്നത്, തുളസി വെക്കുന്നത്. പിന്നെ എനിക്കറിയില്ല കേട്ടോ, എന്റെ ഓർമ്മയില് തുമ്പ, തുളസി, തെച്ചി ഒക്കെയാണ്. പിന്നെ നമ്മള് കയ്യിൽ കിട്ടുന്ന പൂക്കളെല്ലാം. ഈ മാതോര് വെക്കുന്ന ഒരു സംഭവം നിങ്ങളുടെ അവിടെ ഉണ്ടോ? ഒരു അറിയില്ല അല്ലെ, എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് ആ സൈഡിലേക്ക് ഉണ്ടാവില്ല, നമ്മുടെ ഇവിടേക്കൊക്കെ ഉണ്ട്. തൃക്കാക്കരപ്പൻ. അത് തന്നെ, ഞങ്ങളുടെ അവിടേക്ക് മാധൂര് എന്നാണ് പറയുന്നത്. അവിടെ ചെയ്യുന്നത് ഈ 10 ദിവസവും ഇങ്ങനെ നമ്മള് ചാണകത്തിൽ ഇങ്ങനെ വെക്കുമല്ലോ. ഇത് ഓരോ ദിവസം എടുത്തെടുത്ത് മാറ്റി വെക്കാറുണ്ട്. എൻ്റെ ഓർമ്മയില് ഇതെല്ലാം 10ാമത്തെ ദിവസം തിരുവോണത്തിന്റെ അന്ന്, തിരുവോണമാണോ തിരുവോണമാണോ തോന്നുന്നു, എല്ലാം ഇങ്ങനെ വൈകുന്നേരം വെച്ചിട്ട് അട ഉണ്ടാക്കും. അരിയിൽ അട ഉണ്ടാക്കി, മധുരം വെക്കില്ല എന്ന് തോന്നുന്നു, അട ഉണ്ടാക്കി വെച്ചിട്ട് അമ്പും വില്ലും വെച്ച് അങ്ങനെ എന്തൊക്കെയോ അതൊക്കെ ഉണ്ട്. ഈ മാധൂര് ഉണ്ടാക്കുന്ന പണ്ട്, ഇപ്പൊ നമ്മൾ റെഡി എല്ലാം റെഡിമെയ്ഡ് അല്ലേ, തടിയുടെ വാങ്ങിച്ചു വെക്കും. അത് നമുക്ക് എല്ലാ വർഷത്തേക്കും സൂക്ഷിച്ചു വെക്കാൻ പറ്റും. പണ്ടാകുമ്പോ മണ്ണൊക്കെ, ചുവന്ന മണ്ണൊക്കെ ഇങ്ങനെ കുഴച്ചൊക്കെ ഉണ്ടാക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പൊ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. വരുന്നുണ്ട്. ഓണാഘോഷ വേളയിൽ അവതരിപ്പിക്കുന്ന പ്രശസ്തമായ നൃത്തരൂപം തിരുവാതിരക്കളി. പക്ഷെ അത് തിരുവാതിരക്കല്ലേ? എനിക്ക് ഡൗട്ട് ഉണ്ട്. ഓണത്തിനും തിരുവാതിര അല്ലേ? അങ്ങനെ പറയാം. പുലികളിയാണ്. അതെ, പുലിക്കളി തൃശ്ശൂർ പുലിക്കളിക്ക് പോയിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല. തൃശ്ശൂർ പൂരം കണ്ടിട്ടില്ല, പുലിക്കളി കണ്ടിട്ടില്ല. ഇത് രണ്ടും കാണണം തീർച്ചയായിട്ടും. ബക്കറ്റ് ലിസ്റ്റിൽ ഉള്ളതാണ്. തൃശ്ശൂർ പൂരം നേരിട്ട് പോയിട്ട് ഒന്ന് ബഹളത്തിൽ നിന്ന് കാണണം. ആണോ? പക്ഷെ നമുക്ക് ഈ പോണ എല്ലാവരും, ഇപ്പൊ ഞാനടക്കം പോയിട്ടുള്ള എല്ലാവർക്കും ഈ ഇൻട്രസ്റ്റ് തിരിച്ചു വരുമ്പോ ഉണ്ടാവില്ല കേട്ടോ. കാരണം ആകെ വയ്യാണ്ടായി പോവും. അത് പിന്നെ എനിക്ക് തോന്നുന്നു ഒരിക്കലെങ്കിലും അത് പോയി നിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. ഇതിപ്പോഴല്ല, തീരെ ചെറുതിലേ തുടങ്ങിയ ആഗ്രഹം, പക്ഷെ അത് പറ്റിയിട്ടില്ല ഇതുവരെ. ഈ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഏറ്റവും ഇത്രയും നന്നായിട്ട് നടക്കാത്ത വേറൊരു ആഗ്രഹം എന്താ? അങ്ങനെയൊന്നുമില്ല. അത് എല്ലാം മാക്സിമം നടത്താനായിട്ട് അരോറ കാണണം എന്നുള്ളത്. അപ്പൊ അത് പോകണം. അതിങ്ങനെ പലപ്പോഴും അതിനുള്ള സാഹചര്യമൊക്കെ ഒത്തു വന്നിട്ട് ഞാനിങ്ങനെ മാറ്റി അത് പോയി കാണും. കർണികയിൽ ഞാൻ ജസ്റ്റ് ട്രെയിലറിലൂടെ പോയപ്പോഴത്തേക്കും കണ്ടത് ഒരു ഹൊറർ ടൈപ്പ് ജോണർ ആണോ വരുന്നത്? ഹൊററാണ്, ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ്. ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരു ഈ പോസ്റ്ററിലൊക്കെ കാണുകയാണെങ്കിലും നമ്മൾ കാണുന്ന പ്രേക്ഷകർ ഇതുപോലെ പേടിക്കുമോ? അങ്ങനെയാണോ? പേടിക്കുമായിരിക്കും. കാരണം അതൊരു ഹൊറർ ജോണറിലുള്ള ഒരു സിനിമയാണ്. അപ്പൊ എനിക്കതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അതാണ്. ഒരു ഹൊറർ ജോണർ. എനിക്ക് പൊതുവെ ത്രില്ലേഴ്സ് ഇഷ്ടമാണ്. അപ്പോൾ
ഹൊറർ ജോണറിലുള്ള ഒരു സിനിമ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അവർ കഥ പറഞ്ഞപ്പോൾ ത്രെഡ് വളരെ നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് ഞാൻ എത്തുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിലൊക്കെ ഈ സിനിമകളൊക്കെ കണ്ട്, ഈ ഹൊറർ മൂവീസ് ഒക്കെ കണ്ട് വളർന്ന ഒരാളുകൾ ആണല്ലോ. അപ്പോൾ ഈ ഇങ്ങനത്തെ സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സിനിമയിലേക്ക് എത്തിയത്. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം നമ്മൾ അത്രയും നാള് ഓക്കെ പ്രേതം വരുന്നു അല്ലെങ്കിൽ അങ്ങനെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. അത് ഇൻട്രസ്റ്റിംഗ് ആണ്. പൊതുവെ എനിക്ക് അങ്ങനത്തെ നോവൽസ് ആണെങ്കിലും കഥകളാണെങ്കിലും സിനിമകളാണെങ്കിലും ഒക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതുവരെ ചെയ്യാത്ത ഒരു ജോണറിലുള്ള ഒരു സിനിമ ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ആ ഒരു എന്താ പറയുക, ഒരു രസകരമായ കുറേ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഹൊറർ ജോണറിൽ ഏകദേശം മലയാളത്തിൽ കുറേ മൂവികൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂവി അതിലേക്ക് വരുമ്പോഴത്തേക്കും, അപ്പോൾ നമ്മൾ അങ്ങനത്തെ മൂവീസ് കണ്ട് പരിചയമുള്ള ആളുകളാണ് ഈ മലയാളി പ്രേക്ഷകർ എന്ന് പറയുന്നത്. സോ ഈ ഒരു മൂവി വരുമ്പോഴത്തേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻ എന്താ? ഇതൊരു എക്സ്പെരിമെൻ്റൽ മൂവിയാണ്. ഇത് ഏരിസ് ഗ്രൂപ്പ് സോഹൻ സാറിൻ്റെ കൂടെ ഞാൻ ഒത്തിരി പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി പ്രോജക്ട്സ് അല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജലം ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ എല്ലാ പ്രോജക്ട്സിലേക്കും വിളിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ മുതൽ എപ്പോഴും എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ആ ഒരു പ്രോജക്റ്റ്. അപ്പോൾ ആ ഒരു ടീമുമായിട്ട് ശരിക്കും ഒരു ഫാമിലി പോലെ അത്രയും ഒരു ബന്ധമുണ്ട്. അപ്പോൾ സോഹൻ സാറാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട് പ്രിയങ്ക, ഇങ്ങനെ ഒരു കൂട്ടം പുതിയ ചെറുപ്പക്കാർ. അപ്പോൾ അങ്ങനെ ഞാൻ അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ത്രെഡ്, അവരൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ്. അപ്പോൾ അങ്ങനെ ഞാനത് സിനിമയാക്കാൻ പോകുന്നു, പ്രിയങ്കയ്ക്ക് ഇതിൻ്റെ ഭാഗമാവാൻ പറ്റുമെന്ന് സാറാണ് ചോദിക്കുന്നത്. ഞാൻ കഥ കേട്ടു, എനിക്ക് ആ സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവർ ചെയ്തിരുന്ന ഒരു ഷോർട്ട് ഫിലിമായിരുന്നു. ആ ഒരു ഷോർട്ട് ഫിലിമിനെയാണ് അവരതൊരു സിനിമയാക്കി മാറ്റിയത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ട് അങ്ങനെ ആ യാത്രയുടെ കൂടെ കൂടിയ ഒരാളാണ് ഞാൻ. ഫുൾ സ്ക്രിപ്റ്റ് കേട്ടോ അതൊരു വൺ ലൈൻ കേട്ടിട്ടാണ്? സ്ക്രിപ്റ്റ് കേട്ടിട്ടാണ്, സ്ക്രിപ്റ്റ് വായിച്ചിട്ടാണ് പിന്നെ ഞാൻ ആ സിനിമ ചെയ്യുന്നത്. ആണ് സിനിമകൾ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഫുൾ? അത് തീർച്ചയായിട്ടും അത് വായിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. കാരണം ചില ആളുകൾ പറയാറുണ്ട് ജസ്റ്റ് എനിക്ക് വൺ ലൈനേ അറിയുള്ളൂ. ഇല്ല, ഞാൻ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് മാത്രമേ സിനിമ ചൂസ് ചെയ്യാറുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോവിഡിന് ശേഷം ഒരു ഗോൾഡൻ പീരിയഡ് ആയിട്ട് നമുക്ക് കാണാം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇത് പലപ്പോഴായിട്ട് ചെയ്തു വെക്കുന്ന സിനിമകളാണ്. പക്ഷെ അത് റിലീസ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ അടുപ്പിച്ച് റിലീസ് ആയതാണത്. പിന്നെ ഞാൻ ശരിക്കും ഒരു ബ്രേക്ക് എടുത്തു. ബിക്കോസ് അടുത്ത സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ടൈമാണ്. ഞാനൊരു 7-8 months ആയിട്ട് ഞാൻ സിനിമകളൊന്നും ചെയ്തിരുന്നില്ല, ഷൂട്ടൊന്നും ചെയ്തിരുന്നില്ല. കാര്യം എൻ്റെ അടുത്ത സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻ, അതൊരു ട്രാൻസ്ഫോർമേഷൻ വേണം ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട്, കംപ്ലീറ്റ് ഒരു ട്രാൻസ്ഫോർമേഷൻ. അപ്പം ഇപ്പോഴെല്ലാം ആ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ടൈമാണ്, ജേർണിയിലാണ്. ഓക്കെ, സാധാരണ ഇങ്ങനൊരു ക്യാരക്ടർ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വന്നതുകൊണ്ടുള്ള പ്രിപ്പറേഷൻ ആണോ അതോ ആ ക്യാരക്ടറിന് അത് വേണം, രൂപത്തിലാണെങ്കിലും ഒക്കെ അതിൻ്റെതായിട്ടുള്ള കുറച്ചധികം എഫേർട്ടും ഹോംവർക്കും ഒക്കെ അതിന് വേണം. വെയിറ്റ് ലൂസ് ചെയ്യണം. അത് രൂപത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം. അല്ലാതെ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ കുറെ നാള് ഞാൻ ഏകദേശം ഏത് ടൈപ്പ് ക്യാരക്ടർ ആയിരിക്കും റിവീൽ ചെയ്യുന്നില്ല. അല്ല ഇത്രയും കേട്ടപ്പോ, കാരണം ഇത്രയും അത് നേറ്റിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. പക്ഷെ ആ ക്യാരക്ടറിന് അതിൻ്റെതായ കുറെ ചാലഞ്ചസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ജേണിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ സാധാരണ ഇങ്ങനെ എല്ലാ ഒരു ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഒരു പ്രിപ്പറേഷൻ എടുക്കാറുണ്ട്? അല്ല, അത് ചില ക്യാരക്ടേഴ്സിന് നമുക്ക് ആവശ്യം വരാറില്ല, ചില ക്യാരക്ടേഴ്സിന് നമുക്ക് ആവശ്യം വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് അത്രയും ഇഷ്ടപ്പെട്ട് നമ്മൾ കമ്മിറ്റ് ചെയ്യുന്നതല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ആ എഫേർട്ട് എടുക്കാറുണ്ട്. മിക്കവാറും പല സിനിമകൾക്ക് വേണ്ടിയിട്ടും അത് ചെയ്യാറുണ്ട്. ഇപ്പോൾ ചില ആർട്ടിസ്റ്റുകളൊക്കെ പറയാറുണ്ട്, ഇപ്പോൾ സെറ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവിടെ ചിലപ്പോൾ ഒരു നെക്സ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കരയാനുള്ള സീനായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രാജഡി ആയിട്ടുള്ള സീനായിരിക്കും. പക്ഷെ ഇവർ സംസാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്നിട്ട് സെറ്റിലേക്ക് വിളിക്കുമ്പോൾ ഓടിപ്പോയി അതങ്ങ് ചെയ്യുന്നു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരാളാണോ? സീൻ ചെയ്യുന്നതല്ല ഞാൻ പറയുന്നത്. ആ സീൻ പലപ്പോഴും നമുക്കങ്ങനെ ചില സീൻസ് ചിലപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് നമുക്ക് പോയി ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ഇമ്മീഡിയറ്റ് പോയി ചെയ്യാൻ പറ്റില്ല. അത് ആ മൂഡിനനുസരിച്ചാണ്, ആ സീനിൻ്റെ ഡെപ്ത് അനുസരിച്ചാണ്, എത്രത്തോളം അവിടെ ഒരു ഇൻറ്റൻസിറ്റിയിലാണ് ആ ഒരു ഇമോഷനെ നമ്മളവിടെ കാണിക്കേണ്ടത്, അതിനനുസരിച്ചിട്ടാണ് വരുന്നത് കാര്യങ്ങൾ. ഇതങ്ങനല്ല. ആ ഒരു ക്യാരക്ടറിന് മൊത്തത്തിൽ ചിലപ്പോൾ നമ്മളുടേതായ ഒരു രൂപമാറ്റം വേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ചിലപ്പോൾ നമ്മൾ ഫൈറ്റ് പഠിക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ഡാൻസ് പഠിക്കേണ്ടി വരും, ചിലപ്പോൾ നമുക്കറിയാത്ത വേറെ എന്തെങ്കിലും ഇപ്പോൾ അഭ്യാസമുറകൾ പഠിക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളൊത്തിരി ഞാൻ ഭൂമി മലയാളം എന്നൊരു സിനിമ ചെയ്തു, അത് അത്ലറ്റായിരുന്നു. അപ്പോൾ എനിക്ക് സ്പോർട്സുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ശരിക്കും ലോങ് ജമ്പ് എന്താണ്, ലോങ് ജമ്പ് ചെയ്യുന്നതിന് അപ്പോൾ
അതിനനുസരിച്ച് എൻ്റെ ബോഡി അതിനനുസരിച്ച് ഞാൻ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ട് ഒരു കോച്ചിൻ്റെ അടുത്ത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ അതിനനുസരിച്ച് വരുമ്പോഴത്തേക്ക് പ്രിപ്പറേഷൻസ് എടുക്കാറുണ്ട് അല്ലേ? ഓക്കെ. ഹോംവർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ. നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതെൻ്റെ പാർട്ടാണ്. ഇപ്പോൾ ഒരു സിനിമ നമ്മൾ വന്ന് അഭിനയിക്കുമ്പോഴല്ല ആ സിനിമ, നമ്മൾ കഥ കേൾക്കുന്നത് മുതൽ ആ സിനിമ പുറത്ത് വരുന്നത് വരെ നമ്മളതിൻ്റെ അപ്പോൾ നമ്മളുടേതായിട്ടുള്ള അതിനോടൊപ്പം ആ സിനിമ രൂപപ്പെടുന്നതിനോടൊപ്പം ഒരു ആക്ടർ കഥ കേൾക്കുന്നത് മുതൽ അത് തിയേറ്ററിൽ വരുന്നത് വരെ നമ്മുടെ ജോലി മാറില്ല, നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ സിനിമ ഇറങ്ങുന്ന ദിവസങ്ങളിൽ ടെൻഷനാണോ അതോ അല്ലെങ്കിൽ ആ ഒരു റിലീസിംഗ് ഡേറ്റ് അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. നമ്മളത് ചെയ്യുമ്പോൾ നമ്മളതിന്റെ 100% നമ്മളത് ചെയ്യാന്നുള്ളതിനപ്പുറത്തേക്ക് പിന്നെ ഒന്നും നമ്മുടെ കയ്യിലല്ല. അത് പ്രേക്ഷകർ നന്നായിട്ട് അത് അംഗീകരിച്ചാൽ വളരെയധികം സന്തോഷം. ചില സിനിമകൾ നമ്മൾ പ്രതീക്ഷിക്കണ പോലെ നന്നായിട്ട് വരണമെന്നില്ല. ഓക്കെ, നമ്മൾ ചെയ്യാനുള്ള മാക്സിമം അവിടെ ചെയ്തു. അതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നതാണെങ്കിൽ നമ്മൾ അടുത്ത സിനിമയിൽ അതിനെ കറക്റ്റ് ചെയ്യാൻ നോക്കും. നമ്മുടെ ഒരു പാർട്ട് അവിടെ കഴിയുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കയ്യിലല്ല, അല്ലെ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പ്രേക്ഷകന്റെ കയ്യിലല്ല. പിന്നെ അവിടെ ടെൻഷൻ അടിക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കാനുള്ളത് മാത്രമേ നന്നായിട്ട് വരും. എന്തൊക്കെയാണെന്നുള്ള ഒരു കുഞ്ഞു സ്ട്രെസ് ഉണ്ടാവും. അതിനപ്പുറത്തേക്കൊന്നും അത് ബാധിക്കാറില്ല. ഇല്ല, കുറേ വർഷമായില്ലേ. ശരിയാ. 2005 ആണ് തുടങ്ങിയിട്ടുണ്ട് സിനിമ തുടങ്ങുന്നത്. അപ്പോഴാണ് മിനി സ്ക്രീൻ അതിന് മുന്നേ തുടങ്ങി. മിനി സ്ക്രീൻ 2002 മിനി സ്ക്രീനിൽ 2002 തുടങ്ങി. 2001 മിനി സ്ക്രീൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ. സിനിമയിലേക്ക് എത്താൻ ഒരു 3-4 വർഷങ്ങൾ എടുത്തു മാത്രമേ ബിഗ് സ്ക്രീനിലേക്ക് വരാൻ. പ്രിയങ്ക എന്നുള്ള നടിയുടെ ഏറ്റവും വലിയ ക്രിട്ടിക് ആരാ? വീട്ടിൽ ഫാമിലിയിലാണെങ്കിൽ എല്ലാരും ആണോ? എല്ലാരും, സിസ്റ്റർ തൊട്ട് എൻ്റെ മകൻ തൊട്ട് അപ്പു തൊട്ട് അച്ഛൻ അമ്മ എല്ലാരും പറയാം നല്ലതെന്ന് പറയും. അവർക്ക് കണ്ടാൽ അത് നല്ലതല്ലെങ്കിൽ അയ്യോ കുറച്ചുകൂടെ അങ്ങനെയൊക്കെ പറയാറുണ്ട്. സുഹൃത്തുക്കൾ മോനും പറഞ്ഞു കുറവില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കായിട്ട് മാറാനുള്ള സാധ്യത കാണുന്നു. എൻ്റെ സിനിമകളൊക്കെ വളരെ കുറവാണ് കാണുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു TV-യിലൊക്കെ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വരുമ്പോഴത്തേക്ക് മാത്രമാണ്. അപ്പം ഞാനിരുന്നിട്ട് അങ്ങനൊന്നും പറയാറില്ല. എപ്പോഴെങ്കിലും വളരെ കുറച്ചൊക്കെ എൻ്റെ അത് കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ അക്ക അങ്ങനെ സിനിമയോട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടോ? സിനിമ നിറയെ കാണും. സിനിമയൊക്കെ ഇരുന്നിട്ട് കാണുന്ന ഞാനങ്ങനെ എൻ്റെ സിനിമ കാണുമെന്നൊന്നും പറഞ്ഞിട്ട് അതിങ്ങനെ പ്രതീക്ഷിക്കാതെ എവിടെങ്കിലും ഒക്കെ ഇങ്ങനെ ചാനലിൽ വരുമ്പോഴത്തേക്കൊക്കെ, പിന്നെ തിയേറ്ററിൽ റിലീസ് ആകുമ്പോഴത്തേക്കൊക്കെ ഞാൻ ചോദിക്കും വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വരാറുണ്ട്, കാണാറുണ്ട്. അപ്പൊ കൂടെ വരും. ഓക്കെ. ഈ ക്രിട്ടിക്കുകൾ കൂടുതൽ ഏറ്റവും നല്ല കാര്യമല്ലേ? അപ്പൊ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ നാട്ടുകാർ പറയുന്നതിനേക്കാൾ ഭയങ്കര നല്ല കാര്യമാണ്. ഇപ്പൊ നാട്ടുകാരുടെ കേൾക്കണം വീട്ടുകാരുടെ കേൾക്കണം എന്നുള്ള അവസ്ഥയാണല്ലേ. അഹങ്കരിക്കാനുള്ള ഇടം ഉണ്ടാവില്ല. നമ്മൾ പറയില്ലേ 10 നിലത്തിടുമെന്ന്. അല്ല, പറയാറുണ്ടോ? നീ എന്നെ എങ്ങനെയൊന്നും പറഞ്ഞു? എനിക്ക് സ്റ്റേറ്റ് അവാർഡൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ടോ? വീട്ടില് മകള് മാത്രമാണ്, സഹോദരിയും മകളും അമ്മയൊക്കെയാണ്, അഭിനേത്രി അല്ല. അത് എൻ്റെ വീട് വിട്ട് പുറത്ത് വരുമ്പോഴാണ്. ഞാൻ ക്യാമറയുടെ മുന്നിൽ മാത്രമാണ്. അല്ലാത്ത സമയം ഞാൻ എൻ്റെ ചുറ്റിനുള്ള ആൾക്കാരുടെ അവർക്കറിയുന്ന അവർക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇപ്പൊ അപ്പു ഒക്കെ ആയിട്ട് പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പറഞ്ഞ പോലെ വീട്ടിൽ അമ്മയാണ്, വേറെ നമ്മളൊന്നും നോക്കുന്നില്ല. പുറത്തോട്ട് നമുക്ക് ആരെങ്കിലും ഇപ്പൊ സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ അതെ പ്രിയങ്ക എന്നൊക്കെ പറഞ്ഞിങ്ങനെ അത് കുഴപ്പമില്ല. ആളത് എൻജോയ് ചെയ്യുന്നുണ്ടോ? അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ആള് തന്നെയാണ് പറയുന്നത് ഞാൻ ഫോട്ടോ എടുത്തുതരാന്ന് പറയും. സെൽഫി എടുക്കുമ്പോഴത്തേക്ക് ഞാൻ എടുത്തുതരാന്ന്. അത് ഒത്തിരി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അറിയാം അമ്മ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ചിലപ്പോൾ ഇങ്ങനെ ആളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞൊരു അഭിപ്രായം എന്തെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ക്യാരക്ടറിനെ പറ്റി ചെയ്തതിൽ ഏതെങ്കിലും? അങ്ങനെ സിനിമ കാണാത്ത ആളായതുകൊണ്ട് അങ്ങനെ ഒന്നും. അമ്മ നന്നായിട്ട് ചിലത് പറയാം, അമ്മ നന്നായിട്ടുണ്ട്. ചിലത് എൻ്റെ ചിരിയൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് അത്രയും ചിരിക്കണ്ട കേട്ടോ, ഇച്ചിരി കുറച്ചൊക്കെ ചിരിച്ചാൽ മതി. ഫോട്ടോ ഒക്കെ കാണുമ്പോഴൊക്കെ പറയും ഒത്തിരി ചിരിക്കണ്ട, ഇച്ചിരി ഇച്ചിരി ഒന്ന് ഇങ്ങനെയുള്ള ചിരിയൊക്കെ ഒന്ന് ഇച്ചിരി കൂടെ കുറച്ചാൽ നല്ലതായിരിക്കും എന്നൊക്കെ പറയാം. ഓ ശരി, അടുത്ത സിനിമയിൽ ശരിയാക്കിക്കോളാം. ഫോട്ടോ ഒക്കെ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പൊ ചില ഫോട്ടോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് അമ്മ അത് വേണ്ട കേട്ടോ
കുറച്ചുകൂടെ ഒക്കെ അങ്ങനെയൊക്കെ പറയാം. ഞാനതിനെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാറുമുണ്ട്. ഓക്കെ. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും അമ്മമാരോട് അമ്മ അത് ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് അല്ലേ? അപ്പൊ അത് ഈ പറഞ്ഞ പോലെ വീട്ടിൽ തന്നെ ആളുകൾ ഉള്ളതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് റിവ്യൂ പറയുമ്പോൾ ആൾക്കാർ അല്ല, ഞാൻ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാറുള്ളൂ. കാര്യം പ്രേക്ഷകരെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണല്ലോ അവിടെ ഉള്ളത്. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് തോന്നുന്നത് തന്നെയല്ലേ അവർ പറയുന്നത്. അപ്പൊ നമ്മൾ അതിനെ പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും കർണിക തിയേറ്ററുകളിലേക്ക് എത്താണ്. പ്രേക്ഷകർ ഇത് കൈ നീട്ടി സ്വീകരിക്കട്ടെ. എല്ലാവിധ ആശംസകളും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. TCV ഓണം പ്രത്യേക പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഫൈനാൻസ് ഇൻ അസോസിയേഷൻ വിത്ത് സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.